വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു സിനിമയാണ് ചെയ്തിരിക്കുന്നത്. എനിക്കങ്ങനെ ഒരു വലിയ സിനിമ ചെയ്യണം എന്നുള്ള ആഗ്രഹമൊന്നും ഉണ്ടായിരുന്നില്ല. ഇതൊരു നിയോഗം പോലെ വന്ന് പെട്ടതാണ്. ആയിക്കോട്ടെ, ഇന്ന് നമുക്ക് ഇവിടെ തന്നെ കൂടാ. എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം. തമ്പി, 2 കസേര എടുത്ത് പുറത്തേക്ക് ഇടുക. എന്തുന്നാടാ ഇത്? നിന്റെ അമ്മൂമ്മയുടെ പിന്നാലെ ഒരോളമായിക്കോട്ടെ എന്ന് കരുതി. ഇത് കണ്ട എന്റെ തലയ്ക്കാണ് ഓളെന്നാണ് അവള് വിചാരിക്കുക. എന്താ ഷൈട്ട് പറഞ്ഞ? ഒന്നും മനസ്സിലായില്ല, പക്ഷെ കാണിക്കണ്ട. ഡിഗാമ തമ്പുരാന്റെ വിശ്വസ്തനായ താക്കോൽ സൂക്ഷിപ്പുകാരൻ. നീ താനെന്ത് ജീവിയാ? തനിക്ക് താനാരാണെന്നും ഞാൻ ആരാണെന്നും ഒരു പിടിയും കിട്ടിയിട്ടില്ലെന്ന് എനിക്കറിയാം. താനാരാണെന്ന് തനിക്കറിയാമേലെങ്കിൽ താൻ എന്നോട് ചോദിക്ക് താൻ ആരാണെന്ന്. തനിക്ക് ഞാൻ പറഞ്ഞു തരാം താൻ ആരാണ്. തനിക്കെന്നെ പുടു എന്ന് വിളിക്കാം. വേറെ നല്ല പേരൊന്നും കിട്ടിയില്ലേ മോനെ? ചൊടലിയാന്നോ? അല്ല, ഭാപാപര്യം. മുട്ടണ്. നിനക്ക് മുട്ടണെങ്കിൽ നീ പോ, എനിക്ക് മുട്ടണില്ല. എന്താടാ? ആരോ വാതിൽ മുട്ടണുണ്ട്. ഞങ്ങള് വേണമെങ്കിൽ ഒരു 5 പേര് കൂട്ട ആത്മഹത്യ ചെയ്യാൻ മോനെ. എന്താണ്? ഒന്നുമില്ലേ? ഒരു ഭൂതം. അയ്യോ, പേടിക്കണ്ട. കർത്താവെ, കളറ് കണ്ടിട്ട് ആഫ്രിക്കയിലെ ദൈവമാണെന്നാ തോന്നുന്നത്. ബനാനല്ല, ഹിന്ദിയില്. പിടിക്കവനെ എന്നെ. ഇന്ന് തിങ്കളാഴ്ച വെള്ളിയാഴ്ച ആവട്ടെ. എങ്ങനെയുണ്ടാ? നല്ല ആർട്ടിഫിഷ്യാലിറ്റി ആയിട്ടില്ലേ? ഒറിജിനൽ ആണെന്ന് പറയില്ലടാ, അത്രക്ക് ആർട്ടിഫിഷ്യൽ ആയിട്ട്. പണി വരുന്നുണ്ടവറാച്ച. ഇപ്പൊ കിട്ടൂടാ, ഇപ്പൊ കിട്ടും. എങ്ങനെ ഉണ്ടാളിയാ? ഗംഭീരമായിരുന്നു. താങ്ക് യു. നല്ല പാട്ടാണല്ലോ, നാടോടി ഗായികാണല്ലേ. പാട്ടൊന്നും വേണ്ട, പുറത്തോ. ഡിഗാമ, തന്റെ ഇൻവിസിബിൾ ഷിറ്റ് ഒന്ന് പോടോ കിളവാ. അല്ല, സഭ്യമായ ഭാഷയിലൊക്കെ സംസാരിച്ചു നിനക്ക്. ഇങ്ങനെയാണോ പ്രായമുള്ളവരെ വിളിക്കുന്നത്? ഞാൻ എന്റെ അപ്പനെ വരെ ഇങ്ങനെയാ വിളിക്കാം. നിന്നെ കണ്ടപ്പോഴേ എനിക്ക് തോന്നി നേരെ ചുവയുള്ള തന്തയ്ക്കും തള്ളയ്ക്കും ജനിച്ചല്ലെന്ന്. എന്തിനിങ്ങനെ ഒരു സിനിമ ചെയ്തെന്ന് ചോദിച്ചാൽ ഇത് ഒരിക്കൽ മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയാണ്.